ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദർശ് ആവട്ടെ കനകയോട് പറയാണ്, നന്ദുവിനും അനിക്കും ഒന്നിക്കാൻ കഴിയില്ലായിരുന്നെങ്കിലും അനാമിക ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. അത് ഞാൻ മുളയിലേ നുള്ളിയായിരുന്നു എന്ന് ആദർശ് പറയണം കേട്ടോ. ഈ സമയം അനാമികയുടെ അച്ഛൻ പറയാണ്, ഇനി ഒരു കാരണവശാലും നമ്മൾ അവരുടെ മുന്നിൽ ചെന്ന് പെടരുത്. അപ്പോൾ അനാമിക ചോദിക്കണം, അതെന്താ? അത് പിന്നെ മോളാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇനിയും മോളെ തല്ലാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മോൾ ഒരു കാരണവശാലും അവളുടെ മുന്നിൽ ചെന്ന് പെടണ്ടെന്ന് അനാമികയോട് അച്ഛൻ പറയണം കേട്ടോ. ഈ സമയം ആദർശ് അവിടെ അനിയോട് പറയുകയാണ്, അവളാണെങ്കിൽ അമ്മ വിളിക്കാതെ ഒരു കാരണവശാലും അനന്തപുരിയിലേക്ക് വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനി പറയാണ്, അല്ല ചേട്ടാ, അങ്ങനെയാണെങ്കിൽ പിന്നെ സത്യങ്ങൾ മുഴുവനും ഏട്ടത്തിയമ്മോട് പറയേണ്ടി വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയാണ്, നിവർത്തിയില്ലെങ്കിൽ പറയുക തന്നെ വേണം, അല്ലാതെ അവളായിട്ട് വരില്ല എന്ന് എനിക്ക് തോന്നണമെന്ന് പറയാണ്. ഈ സമയം ആദർശിൻ്റെ മുത്തശ്ശനോട് ആദർശിൻ്റെ അച്ഛൻ പറയുകയാണ്, ദേവേനിയും നയനമോളുമായിട്ടുള്ള അകൽച്ചയൊക്കെ മാറണമെന്നാണ് ഞാൻ നല്ല രീതിയിൽ മലയ്ക്ക് പോയപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും അങ്ങോട്ട് നടന്നില്ല, അതാണ് വിഷമം എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയണ്ട, നീ സമാധാനിപ്പിക്കും മോനെ, ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. കനകയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ആ നന്ദുവും അനിയും ഇനി എങ്ങനെ ഒന്നാവുമോ, അനാമികേനെ ഒഴിവാക്കിയിട്ട് നന്ദുവിനെ കെട്ടാൻ വേണ്ടിയിട്ട് ഇനി അനി വരുമോ എന്നുള്ളൊരു ചിന്താഗതിയാണ് കനകയുടെ മനസ്സിൽ. അപ്പോൾ കനകയാണെങ്കിൽ ഭർത്താവിനോട് പറയണം, ആ ജോത്സ്യം പറഞ്ഞതൊക്കെ ശരിയാവുമോ ഏട്ടാന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അതൊരിക്കലും നടക്കില്ല, നീ ടെൻഷൻ അടിക്കണ്ട കനക എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ആശ്വസിപ്പിക്കണം.